Hello, dears. Welcome back to my channel. It's me, Asi Causes. ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് യൂണിറ്റിനകത്തെ സെക്കൻഡ് ചാപ്റ്റർ എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ട്വിങ്കിൾ ഖന്നയുടെ ആ ഒരു സ്റ്റോറിക്കകത്തെ ഡിസ്കോഴ്സസ് ആണ്. പേജ് നമ്പർ 59 അകത്തെ ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ്. ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഈ ഒരു പാഠഭാഗം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കണം ഈ ഒരു ഡിസ്കോഴ്സിലേക്ക് നിങ്ങൾ വരുന്നത്. ഓക്കെ, ആദ്യമായാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകരിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Question number 1. The 3rd of November is observed as National Entrepreneurship Day. നവംബർ 3 ദേശീയ സംരംഭകത്വ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. The English Club of your school plans to conduct an idea generation contest for the Young Innovators program. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഐഡിയ ജനറേഷൻ കോൺടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. യു വിഷ് ടു ഇൻവൈറ്റ് അരുണാചലം മുരുകാനന്ദം ആസ് ദ ചീഫ് ഗസ്റ്റ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് നിങ്ങൾ അരുണാചലം മുരുകാനന്ദത്തെ ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഡ്രാഫ്റ്റ് എ ലെറ്റർ ടു മിസ്റ്റർ മുരുകാനന്ദം സീക്കിംഗ് ഹിസ് കൺസെൻറ്റ് ആൻഡ് ഇൻവൈറ്റിംഗ് ഹിം ടു ദ ഇവൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ മിസ്റ്റർ മുരുകാനന്ദത്തെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മതം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സീ ദ ആൻസർ. നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് അതിനകത്ത് ഫ്രം അഡ്രസ് ടു അഡ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു കാണുന്ന ഈ ഒരു സ്ലൈഡിനകത്ത് ഏറ്റവും ടോപ്പിൽ നമ്മളവിടെ ഫ്രം അഡ്രസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഐ മീൻ ദ സ്റ്റുഡൻസ് ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂൾ കാലിക്കറ്റ് ആൻഡ് 26 ജൂൺ 2025. ദെൻ ശേഷം നമ്മൾ ടു അഡ്രസ് കൊടുക്കുന്നു അരുണാചലം മുരുകാനന്ദം ജയശ്രീ ഇൻഡസ്ട്രീസ് കോയമ്പത്തൂർ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം, ഈ അരുണാചലം മുരുകാനന്ദത്തിൻ്റെ ഇൻഡസ്ട്രിയുടെ പേര് ജയശ്രീ ഇൻഡസ്ട്രീസ് എന്നാണ്. ടെക്സ്റ്റിനകത്ത് അത് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഒരു അഡ്രസ് എന്ന രൂപേണ നമ്മളിത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ദെൻ സബ്ജക്റ്റ് ഇൻവിറ്റേഷൻ ടു ദ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. ഓക്കെ, ഡിയർ സാർ, നമ്മളൊരു സല്യൂട്ടേഷൻ കൊടുത്തു. വി ആർ പ്ലീസ്ഡ് ടു ഇൻഫോം യു ദാറ്റ് അവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡേ ഓൺ 3rd November. നവംബർ 3 ഞങ്ങളുടെ സ്കൂളിൽ നാഷണൽ ഓൺട്രപ്രണർഷിപ്പ് ഡേ ആചരിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആസ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ, ആ സെലിബ്രേഷൻ്റെ ഭാഗമായി ദ ഇംഗ്ലീഷ് ക്ലബ് ഇസ് ഓർഗനൈസിങ് ആൻ ഐഡിയ ജനറേഷൻ കോൺടെസ്റ്റ്. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി സ്കൂളിനകത്ത് ഇംഗ്ലീഷ് ക്ലബ്ബ് ഒരു ഐഡിയ ജനറേഷൻ കോൺടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അണ്ടർ ദ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ കീഴിൽ we, the students and teachers, are greatly inspired by your work as a social entrepreneur. ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരു സോഷ്യൽ ഓൺട്രപ്രണർ എന്ന രീതിയിൽ നിങ്ങളുടെ വർക്കുകളിൽ വളരെയധികം ഇൻസ്പയർഡ് ആണ്. യുവർ ജേർണി ഹാസ് മോട്ടിവേറ്റഡ് മെനി യങ് മൈൻഡ്സ് ലൈക്ക് അസ് ടു ഡ്രീം ബിഗ് ആൻഡ് മേക്ക് എ ഡിഫറൻസ്. അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ അവരുടെ യാത്രയിൽ വളരെയധികം തന്നെ ഒരു ഇൻസ്പിരേഷൻ, വലിയൊരു സ്വപ്നത്തിലേക്ക് ഞങ്ങളെ നയിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുകയാണ്. വി വുഡ് ബി ഓണേർഡ് ടു ഇൻവൈറ്റ് ആസ് ദ ചീഫ് ഗസ്റ്റ് ഫോർ അവർ ഈവൻറ്റ്. ഞങ്ങളുടെ ഈവൻറ്റിലേക്കുള്ള ചീഫ് ഗസ്റ്റായിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. യുവർ പ്രസൻസ് ആൻഡ് ഗൈഡൻസ് വിൽ എൻകറേജ് അസ് ആൻഡ് മേക്ക് ദ ഈവൻറ്റ് മോർ മീനിങ്. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് തീർച്ചയായും ഞങ്ങളെ എൻകറേജ് ചെയ്യും എന്ന കാര്യം കൂടി അവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വി ഹോപ്പ് യു വിൽ കൈൻഡ്ലി ആക്സെപ്റ്റ് അവർ ഇൻവിറ്റേഷൻ ആൻഡ് ഗിവ് us the opportunity to welcome you.
ഐ മീൻ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ആൻഡ് യു വിൽ ഗിവ് അസ് ദ ഓപ്പർച്യൂണിറ്റി ടു വെൽക്കം യു. നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള ആ ഒരു അവസരവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. യുവർ സിൻസിയർലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതും കൂടെ നമ്മൾ നോക്കണേ. ഐ മീൻ ആ ഒരു ലെറ്ററിനകത്ത് ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, ദെൻ ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്, ദെൻ നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഗതി, അവസാനത്തെ ഒരു താങ്കിങ്, ആ ഒരു നമ്മുടെ ആ ഒരു നന്ദി അറിയിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യം, ദെൻ ലാസ്റ്റിലുള്ള ആ ഒരു കൺക്ലൂഡിങ് സംഗതിയും കൂടെ. അത്രയും കാര്യങ്ങൾ പ്രധാനമായും ഒരു ലെറ്ററിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോമാറ്റ് നിങ്ങൾ ശരിക്കും പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയൊരു ചോദ്യം എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കണ്ടിട്ടായിരിക്കണം നിങ്ങൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് discourse. So let's look at the second question. The future of India will be shaped by its youth. The nation needs the efforts of young entrepreneurs for its growth and development. Young men and women should take the initiative to turn challenges into opportunities. Prepare a speech on the topic Entrepreneurship, the Path to the Nation's Progress. ഇതിനകത്ത് ഓൺട്രപ്രണർഷിപ്പ് ദ പാത്ത് ടു ദ നാഷൻസ് പ്രോഗ്രസ് എന്ന ടോപ്പിക്കിനകത്ത് ഒരു സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം എന്നതാണ് ഇനി നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിലുകൾ ഇൻക്ലൂഡഡ് ആവണം എന്ന കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. ദ നീഡ് ഫോർ ഓൺട്രപ്രണർഷിപ്പ്, ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ബ്രെയിൻ ഡ്രെയിൻ ഐഡിയേഷൻ, ദെൻ ഐഡിയേഷനും ഇംപ്ലിമെൻറ്റേഷനും, ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ദെൻ സ്പീച്ച് ആൻസർ, ലുക്ക് അറ്റ് ദ ആൻസർ. ഓൺട്രപ്രണർഷിപ്പ് ദ പാത്ത് ഓഫ് ദ നാഷൻസ് പ്രോഗ്രസ്. നമ്മൾ അതിൻ്റെ ആ ഒരു ടൈറ്റിൽ അവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ നോർമലി നമ്മളൊരു പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സല്യൂട്ടേഷൻ കൊടുത്തതിന് ശേഷം ഒരു ക്യാപ്ഷൻ, ഒരു മോട്ടിവേഷണൽ കോട്ട് വെച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. ചില ആളുകൾ സല്യൂട്ടേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കോട്ടുകൾ പറഞ്ഞൊക്കെ തുടങ്ങാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ ജസ്റ്റ് ഒരു അൻ ഓൺട്രപ്രണർ ഇസ് നോട്ട് സംവൺ ഹു വെയിറ്റ്സ് ഫോർ ദ ഫ്യൂച്ചർ, ദേ ക്രിയേറ്റ് ഇറ്റ്. ഒരു സംരംഭകൻ എന്ന് പറയുന്നത് ഭാവിക്കായി കാത്തിരിക്കുന്നയാളല്ല, ഭാവി പടുത്തുയർത്തുന്നയാളാണ്. അങ്ങനെ ഒരു ക്യാപ്ഷൻ വെച്ചാണ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതിയിട്ടില്ല എന്നാണെങ്കിലും സല്യൂട്ടേഷൻ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പം നമ്മൾ ആദ്യം അവിടെയുള്ള ആ സദസ്സിലിരിക്കുന്ന എല്ലാ ആളുകളെയും ഒന്ന് അഡ്രസ്സ് ചെയ്തതിന് ശേഷം അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നു. എ വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. ടുഡേ I feel honored to speak on a very important topic, entrepreneurship, the path of the nation's progress. ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇന്ന് സംസാരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യ ഈസ് എ യങ് നാഷൻ. ഇന്ത്യ ഒരു യങ് നാഷനാണ്. മോർ ദാൻ ഹാഫ് ഓഫ് അവർ പോപ്പുലേഷൻ ഈസ് ബിലോ അറ്റ് ദ ഏജ് ഓഫ് 30. നമ്മുടെ ജനസംഖ്യയുടെ പകുതിയിലധികം ആളുകളും 30 വയസ്സിന് താഴെയുള്ളവരാണ്. ദിസ് മീൻസ് ദാറ്റ് the future of our country depends on young minds full of ideas and energy. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് യുവാക്കളിലാണ്, അല്ലെങ്കിൽ ഈ യുവതയിലാണ്. ബട്ട് വാട്ട് ഷുഡ് വി ഡു വിത്ത് ദിസ് എനർജി? ഈ ഒരു എനർജി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദ ആൻസർ ഈസ് ബിക്കം ഓൺട്രപ്രണേഴ്സ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മളെല്ലാവരും ഒരു സംരംഭകരായി മാറണം എന്നതാണ്. പീപ്പിൾ ഹു സോൾവ് പ്രോബ്ലംസ് ആൻഡ് ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അതായത് പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന, പുതിയ സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം എന്നിവിടെ പറയുന്നു. വൈ ഡു വി നീഡ് ഓൺട്രപ്രണർഷിപ്പ്? എന്തുകൊണ്ട് നമ്മൾ ഓൺട്രപ്രണേഴ്സ് ആവണം? ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ് ജോബ്സ്, ഹെൽപ്സ് ദ എക്കണോമി ഗ്രോ ആൻഡ് സോൾവ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. കാരണം ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരുപാട് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വളരാൻ അനുവദിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് റിയൽ ലൈഫിനകത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും കൂടെ ഇതിന് സാധിക്കുന്നുണ്ട്. Entrepreneurs are people who don't wait for jobs, they create them.
ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല സംരംഭകർ, മറിച്ച് ജോലി ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. For example, Mr. Arunachalam Muruganandam saw the problem of expensive sanitary pads and created a cheap solution that helped thousands of women. അതായത് അരുണാചലം മുരുകാനന്ദം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഒരു പരിഹാരം എന്നോണം സാനിറ്ററി നാപ്കിൻസിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ട്രൂ ഓൺട്രപ്രണർഷിപ്പ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സംരംഭകത്വം. എഡ്യൂക്കേഷൻ മസ്റ്റ് നോട്ട് ഓൺലി ബി അബൌട്ട് ബുക്സ് ഓർ എക്സാംസ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം പുസ്തകങ്ങളിലോ പരീക്ഷകളിലോ ഒതുങ്ങുന്നതല്ല. ദ റിയൽ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ടു ഹെൽപ്പ് അസ് തിങ്ക് ക്ലിയർലി, ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് ഫൈൻഡ് ന്യൂ വേസ് ടു ഇംപ്രൂവ് അവർ ലീവ്സ് ആൻഡ് സൊസൈറ്റി. വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് ക്ലിയറായി ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുക എന്നതാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ സഹായിക്കുക എന്നതാണ്. മാത്രമല്ല നമ്മുടെ ജീവിത നിലവാരം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർഗങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുക എന്നതാണ്. Entrepreneurs use what they learn to bring real changes to the world. ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ ലോകത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച കാര്യങ്ങളെ ഉപയോഗിക്കും എന്നിവിടെ പറയുന്നുണ്ട്. ബട്ട് സാഡ്ലി മെനി ബ്രൈറ്റ് സ്റ്റുഡൻസ് ഗോ അബ്രോഡ് ഫോർ ജോബ്സ്. പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നുണ്ട്. ആൻഡ് അവർ കൺട്രി ഫേസസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ബ്രെയിൻ ഡ്രെയിൻ. നമ്മുടെ രാജ്യം അതിൻ്റെ ഫലമായിട്ട് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ബ്രെയിൻ ഡ്രെയിനും അനുഭവിക്കുന്നുണ്ട്. വി മസ്റ്റ് ചേഞ്ച് ദിസ്. ഇതിനൊരു മാറ്റം നമ്മൾ വരുത്തണം. വൺ യൂത്ത് മസ്റ്റ് ടേക്ക് ചാർജ്, സ്റ്റേ ഇൻ ഇന്ത്യ ആൻഡ് ബിൽഡ് സംതിങ് ഓഫ് ദിയർ ഓൺ. ഇവിടുത്തെ യുവാക്കൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കണം ശ്രമിക്കുന്നത് എന്ന് പറയുകയാണ്. വെൻ വൺ യങ് പേഴ്സൺ ബിക്കംസ് എൻ ഓൺട്രപ്രണർ ദ ഇൻസ്പയർ മെനി അതേഴ്സ്. ഒരു യുവാവ് സംരംഭകനായി മാറുന്നതിലൂടെ അവൻ നിരവധി ആളുകൾക്കുള്ള ഒരു മോട്ടിവേഷനാണ്. The journey of an entrepreneur begins with ideation, the ability to think differently. ഒരു ഓൺട്രപ്രണറുടെ യാത്ര തുടങ്ങുന്നത് ആ ഒരു സംരംഭം എന്ന ആ ഒരു ആശയത്തിൻ്റെ ക്രിയേഷനിലൂടെയാണ്. വ്യത്യസ്തമായി ചിന്തിക്കുന്നതിലൂടെയാണ്. ഇറ്റ് മീൻസ് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം ആൻഡ് ഇമാജിനിങ് എ ക്രിയേറ്റീവ് സൊല്യൂഷൻ. പ്രശ്നങ്ങളെ മനസ്സിലാക്കി എങ്ങനെ ക്രിയേറ്റീവായിട്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാം എന്നതാണ് ഐഡിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കുഡ് ബി എ ന്യൂ പ്രൊഡക്റ്റ്, അതൊരു ന്യൂ പ്രൊഡക്റ്റ് ആയിരിക്കണം. ആൻഡ് എ ബെറ്റർ സർവീസ്, നല്ലൊരു സർവീസ് ആയിരിക്കണം. ഓർ അൻ ഈസിയർ വേ ടു ഡു സംതിങ്, നന്മ ചെയ്യാനുള്ളൊരു ഈസിയർ വേ ആയിരിക്കണം. ഗ്രേറ്റ് ഐഡിയാസ് ഓഫൻ കം ഫ്രം ഒബ്സർവിങ് ദ വേൾഡ് അറൗണ്ട് അസ് ആൻഡ് ആസ്കിങ്. നല്ല ആശയങ്ങൾ എപ്പോഴും വരുന്നത് നമ്മൾ ഈ ലോകത്തെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്, മാത്രമല്ല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. ഹൗ ക്യാൻ ഐ മേക്ക് ദിസ് ബെറ്റർ? എങ്ങനെ ഇതിനെ ബെറ്ററാക്കി മാറ്റാൻ പറ്റും? ബട്ട് an idea alone is not enough. ഒരു ഐഡിയ മാത്രം പോരാ. ഇറ്റ് മസ്റ്റ് ബി followed by implementation. നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കണം. ടേണിങ് ദാറ്റ് ഐഡിയ ഇൻ ടു റിയാലിറ്റി. നമ്മൾ ആ ഒരു ഐഡിയനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. ദിസ് ഇൻവോൾവ്സ് പ്ലാനിങ്, വർക്കിംഗ് ഹാർഡ് ആൻഡ് സംടൈംസ് ഫെയിലിംഗ് ആൻഡ് ട്രൈയിങ് അഗെയിൻ. ഇതിനകത്ത് പ്ലാനിങ്, ഹാർഡ് വർക്ക്, മാത്രമല്ല ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇംപ്ലിമെൻറ്റേഷൻ മീൻസ് taking action, building your idea step by step and never giving up even when it is difficult. ഇംപ്ലിമെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ആക്ഷൻ എടുക്കുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നില്ല. ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, ഇന്ത്യ നീഡ്സ് ഓൺട്രപ്രണേഴ്സ് ലൈക്ക് യു ആൻഡ് മീ. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഈ ഓൺട്രപ്രണേഴ്സിനെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ലെറ്റ് us not wait for change. ഒരു മാറ്റത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ട. ലെറ്റ് us use our minds not only to dream but to build. നമ്മുടെ മനസ്സിനെ സ്വപ്നം കാണാനല്ലാതെ അതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഒരു പ്രസംഗത്തിനകത്ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണം, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ സല്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം if you have a motivational quote related to the ടോപ്പിക് റിലേറ്റഡായി എന്തെങ്കിലും ഒരു മോട്ടിവേഷണൽ കോട്ടൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നാണെങ്കിൽ, അങ്ങനെയൊരു കോട്ടൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു സ്പീച്ച് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് an impression though.
നമുക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ അവിടെ പറ്റും. അതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും നല്ലൊരു മെസ്സേജോടുകൂടെ ഒരു കോട്ടോടു കൂടിയൊക്കെ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, അവിടെ കിട്ടുമെന്നുള്ളതാണ്. സോ ഹിയർ ദിസ് ഇസ് ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് പ്ലീസ് ലുക്ക് at the next question. 3. From the story a phoenix rises, and from the interview you have gained some insights into Arunachalam Muruganandam's life and achievements. ആ ഒരു കഥയിലൂടെ, അത് കഴിഞ്ഞുള്ള ഇൻ്റർവ്യൂവിലൂടെ ശരിക്കും അരുണാചലം മുരുകാനന്ദവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. യൂസിങ് ദ ഹിൻസ് ഗിവൺ, താഴെ തന്ന ഹിൻഡുകൾ ഉപയോഗിച്ച് ഡെവലപ്പ് എ ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് ദി ഓൺടർപ്രണർ. ഐ മീൻ ആ ഓൺടർപ്രണറുടെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് നിങ്ങളോട് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു. ദ ഫോളോയിങ് ഫോമാറ്റ് മെയ് ഹെൽപ്പ് യു. ഐ മീൻ താഴെ തന്നിരിക്കുന്ന ആ ഒരു ഫോമാറ്റ് നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാം, ബയോഗ്രഫിക്കൽ സ്കെച്ചിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടുക്കേണ്ടത് ടൈറ്റിലാണ്. ദെൻ ശേഷം അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യണം. ഫോട്ടോയുടെ ഒരു സ്പേസ് ഐ മീൻ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അവിടെ കാണാം. കഴിഞ്ഞ മേജർ ഇവൻറ്റ്സ്, മേജർ അക്കോംപ്ലിഷ്മെൻറ്റ്സ്, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ആൻസർ. നമ്മളിവിടെ തന്നിട്ടുള്ള ഈ ഒരു ആൻസറിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സോ ഹിയർ ദ ആൻസർ, ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് അരുണാചലം മുരുകാനന്ദം ദ റിയൽ പാഡ്മാൻ. അങ്ങനെയൊരു ടൈറ്റിൽ നമ്മളവിടെ കൊടുക്കുകയാണേ. ഓക്കെ, സോ ആദ്യത്തെ പാരഗ്രാഫിനകത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫാണ്. അരുണാചലം മുരുകാനന്ദം വാസ് ബോൺ ഇൻ 1961 in Coimbatore, Tamil Nadu, into a poor weaver's family. He lost his father in a road accident at a very young age. His mother worked hard as a farm laborer to raise him and his two sisters. Due to poverty, he had to drop out of school when he was in class 9. To support his family, he started working as a welder and did other small jobs. Later, he got married to Shanti, who unknowingly became the inspiration for his life-changing journey. അപ്പോൾ അരുണാചലം മുരുകാനന്ദത്തിൻ്റെ ഏർലി ലൈഫിനെ കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്. അവിടെ പറയുന്നു 1961 തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, പാവപ്പെട്ട ഒരു വീവേഴ്സ് ഫാമിലി, ഈ നെയ്ത്തുകാരായ ഒരു കുടുംബത്തിനകത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു റോഡ് ആക്സിഡൻറ്റിൽ വെച്ച് നഷ്ടപ്പെടുന്നു. ദെൻ അമ്മ ഒരു ഫാമിനകത്ത് ജോലി ചെയ്തായിരുന്നു തൻ്റെ 2 സഹോദരിമാരെയും അവനെയും വളർത്തിയിരുന്നത്. ദാരിദ്ര്യം കാരണം ഈ നമ്മുടെ അരുണാചലം മുരുകാനന്ദത്തിന്, ട്വിങ്കിൾ ഖന്നയുടെ സ്റ്റോറിക്കകത്തെ ബബ്ലു കെവാത്തിന്, അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നു. അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പിനകത്ത് വെൽഡറായിട്ട് അവൻ ജോലി തുടങ്ങുന്നു. ശേഷം എന്ത് ചെയ്യുന്നു, ആ ജോലിയുമായിട്ടൊക്കെ മുന്നോട്ട് പോയി വർക്ക്ഷോപ്പ് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ശാന്തി എന്ന് പറയുന്ന ഒരു ലേഡീനെ എന്ത് ചെയ്യുന്നുണ്ട്, മാരി ചെയ്യുന്നുണ്ട്. ആ ശാന്തി ആയിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് ജേണിയുടെ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏർലി ലൈഫ്. ഇനി സെക്കൻഡ് പാരാഗ്രാഫിനകത്ത് നിങ്ങൾക്ക് മേജർ ഇവൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്തുണ്ടായ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ ലുക്ക്. ആഫ്റ്റർ മാരേജ്, Muruganandam noticed his wife using old rags during her periods because sanitary napkins were too expensive. സാനിറ്ററി നാപ്കിൻസ് എക്സ്പെൻസീവ് ആണ് എന്ന കാരണം കൊണ്ട് തൻ്റെ ഭാര്യ സാനിറ്ററി നാപ്കിന് പകരം ഈ ഓൾഡ് റാഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് മുരുകാനന്ദത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കൺസേൺ ഫോർ ഹർ ഹെൽത്ത്, ഹി ഡിസൈഡ് ടു ക്രിയേറ്റ് ലോക്കോ സാനിറ്ററി പാഡ്സ്. അവളുടെ ആരോഗ്യം കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, കുറഞ്ഞ വിലയ്ക്ക് സാനിറ്ററി പാഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. And his experiments were seen as strange and embarrassing in his village. തൻ്റെ ഗ്രാമത്തിനകത്ത് ഒരു അത്ഭുതപ്പെടുന്ന വിചിത്രമായ ഒരു പരീക്ഷണമായിരുന്നു അത് എന്ന് പറയുന്നുണ്ട്. He used cotton, tried different materials and even wore a homemade uterus simulator to test the pad's effectiveness. ആ പാഡ്
എത്ര കണ്ട് യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കോട്ടണും പലതരത്തിലുള്ള മെറ്റീരിയൽസും ഒരു ഹോം മെയ്ഡ് യൂട്രസും കൂടെ സിമുലേറ്ററും കൂടെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ മിസ്അണ്ടർസ്റ്റുഡ് ഹിം ആൻഡ് തോട്ട് ഹി ഹാഡ് ഗോൺ മാഡ്. ഈ ഒരു പരീക്ഷണം അദ്ദേഹം നടത്തുന്ന സമയത്ത് ജനങ്ങൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുന്നു, മാത്രമല്ല അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് വരെ അവർ കരുതുന്നു. ഹെസ് വൈഫ് ആൻഡ് മദർ ലവ് ഹിം ടെമ്പററിലി ആൻഡ് ദ വില്ലേജസ് ഐസൊലേറ്റഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ഗ്രാമീണരായ ആളുകൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഭാര്യയും അമ്മയും അദ്ദേഹത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും വിട്ടുപോകുന്നു എന്നുള്ളതാണ്. ബട്ട് മുരുകാനന്ദം ഡിഡൻ ഗിവ് അപ്പ്. അപ്പോഴും മുരുകാനന്ദം എന്ത് ചെയ്യുന്നില്ല, തൻ്റെ ആ ഒരു പ്രൊജക്റ്റ്, തൻ്റെ ആ ഒരു പ്ലാൻ ഉപേക്ഷിക്കുന്നില്ല. ഓക്കെ, സോ ദെൻ ഇനി ഇവിടെ വരുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിനകത്ത് മേജർ അക്കോംപ്ലിഷ്മെൻറ്റ്സ് ആണ്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് റിസർച്ച് he discovered that the material used in commercial pads was cellulose from pine wood. ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ കൊമേഴ്സ്യൽ പാഡുകൾക്കകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പൈൻ വുഡിൽ നിന്നുള്ള സെല്ലുലോസ് ആണ്, പൾപ്പാണ് എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. ഹി ഡെവലപ്ഡ് എ ലോ കോസ്റ്റ് സാനിറ്ററി പാഡ് മേക്കിംഗ് മെഷീൻ ആൻഡ് ബിഗാൻ സെല്ലിംഗ് ഇറ്റ് ടു വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അക്രോസ് ഇന്ത്യ. അദ്ദേഹം ഒരു ലോ കോസ്റ്റിനകത്ത് കിട്ടുന്ന ഒരു മെഷീനറി ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക്, അവരുടെ സഹകരണ സംഘങ്ങൾക്ക് ഇതെന്ത് ചെയ്യുന്നുണ്ട്, സെൽ ചെയ്യുന്നുണ്ട്. ഹിസ് ഇന്നോവേഷൻ ഹെൽപ്ഡ് പുവർ വിമൻ ഗെയിൻ ആക്സസ് ടു ഹൈജീൻ ആൻഡ് ഡിഗ്നിറ്റി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നോവേഷൻ പാവപ്പെട്ട സ്ത്രീകൾക്ക് വൃത്തിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡിഗ്നിറ്റീനെ കീപ്പ് ചെയ്യാനൊക്കെ സഹായിച്ചു. വൈൽ ഓൾസോ പ്രൊവൈഡിങ് ദിം എംപ്ലോയ്മെൻറ്റ്. മാത്രമല്ല സ്ത്രീകൾക്ക് അതൊരു തൊഴിലും കൂടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ടുഡേ ഹിസ് മെഷീൻസ് ആർ യൂസ്ഡ് ഇൻ മെനി കൺട്രീസ്. ഹി ഹാസ് റിസീവ്ഡ് സെവറൽ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അവാർഡ്സ്, including recognition by Time magazine as one of the 100 most influential people in the world in 2014. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ 2014 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡിനകത്തെ ഒരാളായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹിയർ ദ ലാസ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് മുരുകാനന്ദം. മുരുകാനന്ദം ഇസ് നോൺ ആസ് ദ മെൻസ്ട്രൽ മാൻ ഓർ പാഡ് മാൻ ഓഫ് ഇന്ത്യ. He speaks at universities like Harvard and MIT despite being a school dropout. ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നിട്ടും ഒരുപാട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അദ്ദേഹം സംസാരിച്ചു എന്ന കാര്യം പറയുകയാണ്. ആൻഡ് ഹി റിഫ്യൂസ് ടു സെൽ ഹിസ് ഇൻവെൻഷൻ ടു ലാർജ് കമ്പനീസ്, ചൂസിങ് ഇൻസ്റ്റെഡ് ടു എംപവർ റൂറൽ വിമൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പാറ്റൻറ്റ് കൊടുക്കുന്നതിന് പകരം അദ്ദേഹം ഗ്രാമീണരായിട്ടുള്ള സ്ത്രീകളുടെ ഉന്നമനമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. എ ബോളിവുഡ് ഫിലിം പാഡ് മാൻ സ്റ്റാറിംഗ് അക്ഷയ് കുമാർ വാസ് മെയ്ഡ് അബൌട്ട് ഹിസ് ലൈഫ് ഇൻ 2018. ഹിസ് ഡ്രീം ഇസ് ടു ക്രിയേറ്റ് എ വേൾഡ് വെർ നോ ഗേൾ ഡ്രോപ്സ് ഔട്ട് ഓഫ് സ്കൂൾ ബിക്കോസ് ഓഫ് പീരിയഡ്സ്. ഇദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ക്രിയേറ്റ് എ വേൾഡ്, ഒരു ലോകത്തെ സൃഷ്ടിക്കുക എന്നതാണ്. വെർ നോ ഗേൾ ഡ്രോപ്സ് ഔട്ട് ഓഫ് സ്കൂൾ ബിക്കോസ് ഓഫ് പീരിയഡ്സ് കാരണം സ്കൂളുകൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി പോലും ഇല്ലാത്ത ഒരു ലോകത്തെ ക്രിയേറ്റ് ചെയ്യുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ആൻസറായി ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ചായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ you have to work on it. So this is all about the discourses mentioned in the textbook. അപ്പോൾ ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ എ ഫീനിക്സ് റൈസസ് ബൈ അരുണാചലം മുരുകാനന്ദം. So this is the story of Arunachalam Muruganandam written by Twinkle Khanna. And so see you in another video. Till then, it's me signing off, Fasi Causes. Thank you.